guys, welcome back to my channel. Hope you guys are doing well. Okay, finally we are back with another video. Is getting frequent questions about my outfits, like ഞാൻ എൻ്റെ കല്യാണത്തിനിട്ട outfits, save the date ഇട്ട outfits, അതിനെക്കുറിച്ചൊക്കെ കുറേ queries till date I used to get. So I thought like why not I can make a video അല്ലേ ഇത് വെച്ചിട്ട്. So yeah, I'll show the questions എന്തൊക്കെ type of questions ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം ഞാൻ ഈ ഒരു പോർഷനിൽ ഞാൻ കാണിക്കാം. ഓക്കെ, so I'll start with my save the date outfit. Okay, save the date outfit എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഇംഗ്ലീഷ് തീമിൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞാൻ പ്രിഫർ ചെയ്തത് ഷോർട്ട് സ്കേർട്ടും ഒരു ടോപ്പും, ഹൈനെക്കുള്ളൊരു ടോപ്പും, സ്റ്റോക്കിങ്സും ബൂട്ട്സൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഞാൻ ആലോചിച്ചത്. സോ ദ ടോപ്പ് ഇസ് ഫ്രം സവാനയിൽ നിന്നാണ് ഞാനൊരു ടോപ്പ് സ്വെറ്റ് ഷർട്ടിൻ്റെ ആ ടോപ്പ് എടുത്തത്. സ്കേർട്ട് ഇസ് ഫ്രം മാക്സ്. പിന്നെ സ്റ്റോക്കിങ്സും ബൂട്ട്സും എല്ലാം ഞാൻ വന്നിട്ട് ആമസോൺ, എജിയോ അങ്ങനെയൊക്കെയാണ് എന്താണ് പർച്ചേസ് ചെയ്തത്. ദെൻ കമ്മിങ് ടു എന്താ പറയുക, എൻ്റെ സെക്കൻഡ് സേവ് ദ ഡേറ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ലൈക്ക് ദിസ് വൺ, ദ റെഡ് ഡ്രസ്, ദ റെഡ് ചുരിദാർ ഇസ് ഫ്രം ഇഹ ഡിസൈൻസ്. കൊച്ചിയിലുള്ള ഇഹ ഡിസൈൻസിൻ്റെ ആണ് ഈ ഒരു റെഡ് ചുരിദാർ ഉള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് ഇസ് ദിസ് കാഷ്വൽ വെയർ കുർത്തി. എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്കിലൊന്നും സേവ് ദ ഡേറ്റ് പോവാതെ ഒരു കാഷ്വൽ ആയിട്ട്, ലൈക്ക് ഞങ്ങൾ നോർമലി കോളേജിൽ പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണോ ഡ്രസ്സപ്പ് ചെയ്യുക, സിമിലർ കൈൻഡ് ഓഫ് ഡ്രസ്സ് എനിക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. സോ ഐ ചൂസ് ഇത് വന്നിട്ട് ആമസോണിൽ നിന്നാണ്. ഭയങ്കര റേറ്റ് കുറവാട്ടോ, ഭയങ്കര റേറ്റ് കുറവാണ്. സോ ഈ ഡ്രസ്സ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്, ലൈക്ക് കാഷ്വൽ ഷൂട്ട് വേണം എന്നുള്ളത് കൊണ്ട്. ആൻഡ് കമ്മിങ് ടു മൈ സംഗീത് ഔട്ട്ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫ്രം ഇഹ ഡിസൈൻ. വീണ്ടും കൊച്ചിയിൽ നിന്നായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൽ പോയി ഫസ്റ്റ് പിക്ക് ചെയ്ത ഡ്രസ്സാണിത്. ഞാനത് ഇട്ട് നോക്കി, ഇറ്റ്സ് ലൈക്ക് ഓക്കെ നൈസായിട്ട് ഇതന്നെ എടുത്താലോ. ഇതിന് എൻ്റെ മൈൻഡ് വാസ് ഐ എം ലൈക്ക് എ വെരി ചൂസി പേഴ്സൺ കേട്ടോ, എനിക്ക് ഏതെടുത്താലും മതിയാവില്ല. സോ ഞാൻ ഫസ്റ്റ് എടുത്ത ഡ്രസ്സിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് കുറേ കൂടെ ട്രൈ ചെയ്തു. ഞാനത് കുറേ ഡ്രസ്സുകൾ ട്രൈ ചെയ്തു, ബട്ട് സ്റ്റിൽ ലാസ്റ്റ് ഞാൻ ഫൈനലി ഈ ഡ്രസ്സ് തന്നെ പിക്ക് ചെയ്തു. സോ ഞാൻ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്നപ്പോൾ ഐ ഫീൽ സോ 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 പ്രിറ്റി. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ഒരു കംസപ്പ് കൊടുക്കാൻ തോന്നി, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് കമ്മിങ് ടു മൈ സാരി തരുന്ന ഫങ്ഷൻ, അല്ലെങ്കിൽ പുടവ തരുന്ന ഫങ്ഷൻ, അതിന് ഞാൻ നോർമൽ ഒരു സെറ്റും കൊണ്ടും ഒരു ബ്ലൗസുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സെറ്റും കൊണ്ട് ഫ്രം കുത്താമ്പുള്ളി. ബ്ലൗസ് ഞാനൊരു ചെന്നൈയിലുള്ള ഒരു ബുട്ടീക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്, ഓൺലൈൻ സ്റ്റിച്ച് ചെയ്തിട്ട് മേടിച്ചതാണ്. പിന്നെ കമ്മിങ് ടു മൈ വെഡിങ് സാരി ഈസ് ഫ്രം ശ്രീദേവി. കോയമ്പത്തൂരിലൊരു ഫേമസ് ഷോപ്പാണ് ശ്രീദേവി എന്നായിരുന്നു എൻ്റെ വെഡിങ് സാരി പർച്ചേസ് ചെയ്തത്. ഒരു ഓറഞ്ചും അല്ല ഒരു പിങ്കും അല്ലാത്തൊരു ഡബിൾ ടോൺ ഷെയ്ഡാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കളറിൽ ഫീൽ ചെയ്യും. ചിലവർക്ക് അത് ഓറഞ്ചായിട്ട് ഫീൽ ചെയ്യും, ചിലവർക്ക് അതൊരു പിങ്ക് കളറായിട്ട് ഫീൽ ചെയ്യും. സോ ദിസ് ഈസ് മൈ വെഡിങ് സാരി. ആൻഡ് എനിക്ക് ഭയങ്കര ഒരുപാട് ബ്ലൗസിൽ ഹാൻഡ് വർക്ക് ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് വേണമെന്ന് മാത്രമായിരുന്നു. സോ എൻ്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പാലക്കാടുള്ളൊരു ലിസ് ബൊട്ടേക്ക് എന്ന് പറഞ്ഞൊരു ബൊട്ടേക്കിൽ നിന്നാണ് ഞാൻ എൻ്റെ ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തത്. മിനിമൽ വർക്ക് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം എന്നെക്കാട്ടും എൻ്റെ വർക്ക് ഹൈലൈറ്റായി നിൽക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കര സൂപ്പർ കോൺഷ്യസ് ആയിരുന്നു. സോ അതുകൊണ്ട് മിനിമൽ വർക്ക് മാത്രം ഞാൻ എൻ്റെ വെഡിങ് ബ്ലൗസിലേക്ക് ചൂസ് ചെയ്തത്. പിന്നെ കമ്മിങ് ടു മൈ ആ ദിവസം വൈകുന്നേരം വി ഹാഡ് DJ നൈറ്റ്. ഓക്കെ, സോ ആ DJ നൈറ്റിന് ഞാൻ ഭയങ്കര കാഷ്വൽ ആയില്ല. ആക്ച്വലി എൻ്റെ കയ്യിൽ അത്ര നല്ല ക്ലിപ്സ് ഒന്നും ഇല്ല, ആ ദിവസം ഭയങ്കര റഷ്ഫുൾ ആയിരുന്നു. സോ വീഡിയോസ് മാത്രമേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഐ ഷോ യു ദ ഡ്രസ് ഹിയർ. ഒരു ഷറാറയായിരുന്നു. ഇറ്റ്സ് ഫ്രം മിലൻ ഡിസൈൻസ് കൊച്ചി. ഒരു
നല്ലൊരു രസമുള്ളൊരു ഷറാറയായിരുന്നു ഞാൻ ഡി ജെ നൈറ്റിന് വെയർ ചെയ്തത്. ജസ്റ്റ് ലൈക്ക് വെരി വെരി കംഫർട്ടബിൾ. കാരണം ആ ദിവസം ഞാൻ ഫുൾ ടയേർഡായിരുന്നു. സോ എനിക്ക് വലിയ ഡ്രസ്സൊന്നും വലിച്ചു വാരി ഇടാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഐ ജസ്റ്റ് വോർ എ ഡ്രസ്, എന്താ പറയുക, ഷറാറ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ കമ്മിങ് ടു മൈ റിസപ്ഷൻ ലുക്ക്. ഓക്കെ, കമ്മിങ് ടു മൈ റിസപ്ഷൻ ലുക്ക്, എനിക്ക് ഗൗണ് വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ എൻ്റെ റിസപ്ഷൻ ലുക്കിനുള്ള ഗൗണ് കോസ്റ്റിയിൽ നിന്നാണ് നമ്മളെടുത്തത്. കൊച്ചിയിലുള്ള കോസ്റ്റിയിൽ നിന്നാണ് നമ്മളെടുത്തത്. ഒരു പേസ്റ്റൽ ടോണിൽ, ബാക്കിയെല്ലാം ഭയങ്കര ബ്രൈറ്റ് ടോൺ ആയതുകൊണ്ട് റിസപ്ഷൻ നിങ്ങൾ സെറ്റിൽ ടോണിലേക്ക് വരണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. സോ വി ചൂസ് പേസ്റ്റൽ പിങ്ക്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സട്ടിൽ ടോണിലേക്ക് തോന്നുന്നത് കൊണ്ട് വി ചൂസ് ഒരു പിങ്ക് ആയിട്ടുള്ളൊരു ഇതാണ് എടുത്തത്. ആൻഡ് കമ്മിങ് ടു മൈ മേക്കപ്പ്, എന്താ പറയുക, സംഗീതും കല്യാണവും പാലക്കാടുള്ള കെല്ലിലാണ് നമ്മൾ ചെയ്തത്. കെൽ ബ്രൈഡലിലാണ് നമ്മൾ വെഡിങ് മേക്കപ്പും സംഗീത് മേക്കപ്പും ചെയ്തത്. പുടവ തരുന്ന ദിവസവും ഡി ജെ നൈറ്റിനും സെൽഫ് മേക്കപ്പ് ബൈ അമർഷ. സോ സെൽഫ് മേക്കപ്പ് ആയിരുന്നു ഞാൻ എന്താ പറയുക പുടവ തരുന്ന ദിവസവും ഡി ജെ നൈറ്റിനും ചെയ്തത്. പിന്നെ എന്താ പറയുക, റിസപ്ഷൻ മേക്കപ്പ് പാലക്കാടുള്ള അഗൈൻ വൈഗിരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ എന്നാണ് എന്ത് ചെയ്തത്, എൻ്റെ റിസപ്ഷൻ ലുക്കൊക്കെ ഞാൻ ചെയ്തത്. ആൻഡ് കമ്മിങ് ടു മൈ ഫോട്ടോഗ്രാഫർ, ലൈക്ക് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകണമെന്ന് വിചാരിക്കേണ്ട. ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദ വീഡിയോ വെരി വെരി സ്മോൾ ബിക്കോസ് ഐ നോ ഞാൻ എങ്ങനത്തെ പേഴ്സൺ ആണെന്ന് എനിക്കറിയാം. എനിക്ക് ഇങ്ങനെ വലിച്ച് നീട്ടി വീഡിയോ ഇടുന്ന കാണാനുള്ളൊരു ക്ഷമയില്ല. സോ എനിക്ക് അതറിയുന്നതുകൊണ്ട് ഐ വിൽ മേക്ക് മൈ വീഡിയോ വെരി ഷോർട്ട്. സോ എൻ്റെ വീഡിയോഗ്രഫി എന്ന് പറയുന്നത് ടീം ഐക്കോണിക് ആയിരുന്നു. പാലക്കാട് ബേസ്ഡ്, കൊച്ചി ബേസ്ഡ്, ബാംഗ്ലൂർ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ളൊരു ടീമാണ്. സോ ഐക്കോണിക് ആയിരുന്നു എൻ്റെ ഫോട്ടോഗ്രാഫി, എൻ്റെ സൈഡിൽ ഫോട്ടോഗ്രാഫി ചെയ്തത്. സോ യാ, that's it. So it's getting frequent questions, so I thought of making this as a video. So കുറേ പേർക്ക് ചോദിക്കണം എന്നുണ്ടാവും, പക്ഷെ ചോദിക്കാൻ മടിയുള്ള കുറേ പേരുണ്ടാവില്ലേ. സോ അവർക്കായിട്ടാണ് ഈ വീഡിയോ. എന്താണ്, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. And if you want to know more about these things, just do pin me or comment box il itta madi. I'll reply you guys. Okay, thank you. I'll come up with another beautiful video. Thank you so much. Bye. Good day all.